കണ്ണൂർ കീഴറ സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക് റിമാൻഡിലായിട്ടുണ്ട്. സന്തോഷുണ്ടോ വിവരങ്ങളുമായി? സന്തോഷ, എത്ര ദിവസത്തേക്കാണ് മാലിക്കിനെ റിമാൻഡ് ചെയ്തത്? ഏത് കോടതിയുടേതാണ് നടപടി? വിജി, ഈ കീഴറ സ്ഫോടന കേസിലെ മുഖ്യപ്രതി അനൂപ് മാലിക്കിനെ കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് ഹാജരാക്കിയത്. ഇപ്പോൾ കോടതി 14 ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽ മുഴുവൻ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഈ അനൂപ് മാലിക്കിനെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉൾപ്പെടെ അവിടെ നിന്ന് മറ്റൊരാളുടെ ഉൾപ്പെടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അനൂപ് മാലിക് ഈ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത് ഇത് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന ഈ ഗുണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ള കാര്യം. ഇന്നലെ വൈകുന്നേരമാണ് കാഞ്ഞങ്ങാട് വെച്ച് ഈ പോലീസ് അനൂപ് മാലിക്കിനെ പിടികൂടുന്നത്. അവിടെ ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെ പോലീസ് സമർത്ഥമായി ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇന്ന് മുഴുവൻ സമയവും ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. വിജി, ശരി. കണ്ണൂർ കീഴറ സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത വിവരങ്ങളാണ് സന്തോഷ് പങ്കുവച്ചത്.